വസു തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കാരണം ഞാനാണ്. ഇയാൾക്ക് എന്താണ് വയ്യേ? പേൻ 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 എന്റെ തലയിൽ മുഴുവൻ പേൻ. ഇത് ആരുടെ പേനാണ്? ബിഗ് ബോസ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അതെന്റെ ഗെയിം. ദാറ്റ് ഈസ് മൈ സ്ട്രാറ്റജി. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവിടെ പോയിട്ട് ഒന്നും ചെയ്തില്ല. തിന്നുക, ഉറങ്ങുക, അത് മാത്രമാണ് ചെയ്തത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഫ്ലവർ അല്ലടാ ഫയർ ആടാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്ത് പറ്റിയെന്ന് വെച്ചു. ആർക്കും എന്ത് അഭിപ്രായം പറയാം. ഞാൻ ഇവിടെ ഉള്ളപ്പോ തന്നെ എന്നെ പറയുന്നവര് തന്നെയാകും ഞാൻ അതിനകത്ത് കയറിയപ്പോ. ഞാനൊരു ക്യാമറ സ്പേസിനോ സ്ക്രീൻ സ്പേസിനോ വേണ്ടിട്ട് പോയ ഒരാളല്ല. ഞാനായിട്ട് കയറിപ്പോയതാണ്. എന്നെ വെറുതെ നെഗറ്റീവ് പറഞ്ഞ ഓരോരുത്തരുടെ മുന്നിൽ ഒരു ദിവസമെങ്കിലും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഒരുപാട് പേര് ഒരുപാട് അനാവശ്യ കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനൊന്നും ഇല്ലേ? ഞാൻ എന്താ പറയുക, ഈ എന്നെ പറയുന്നവരെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അവിടെ ചെന്നപ്പം ഷാമ്പു കൂടാതെ താരനും ചെറിയ ചൊറിച്ചിലും കാര്യങ്ങളും വന്നിട്ടുള്ളത്. വേണ മാസത്തിൽ 2 തവണ കുളിച്ചാലേ എനിക്ക് ജലദോഷം വന്നിടും. ഞാനിങ്ങനെ നമ്മൾ നേരത്തെ തൊട്ട് ഇങ്ങനെ ഒരു നമ്മൾ സാധാരണ മലയാളി വീട്ടമ്മയാണ്. മലയാളി സാധാരണ ചെയ്യുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ കണ്ണാടി കണ്ട ഞാൻ ഇങ്ങനെ കാണിക്കും. മുടിയൊന്നും മാറ്റിയ മതി, പേനിന്റെ ചാകര നമ്മള്. അപ്പം ആ ഒരു ഇതിലാണ് ഞാനായിട്ട് നിന്നതാണ്. ഞാൻ മുഖംമൂടി ധരിച്ചില്ല, എനിക്ക് കുറേയായിട്ട് ധരിച്ചു. പക്ഷെ അതോടുകൂടി ആ പേനെന്ന് പറഞ്ഞ സാധനം വൈറലായതോടുകൂടി ഞാൻ നിന്നെ തുടങ്ങി. ദേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങ ഇവിടെ പാടാ. അക്ബർ ഒരു മോർണിംഗ് ടാസ്കില് ചേച്ചിനെ കുറിച്ച് പറയുന്ന ഒരു വേർഡ് ആയിരുന്നു സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന ഒരു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അപ്പൊ നമ്മള് തമാശക്ക് എന്തൊക്കെ പേരിടാറുണ്ട്. ബിഗ് ബോസ് പറഞ്ഞത് തന്നെ ഓമന പേരിടണം. അപ്പൊ പുറമേ നിന്നുള്ള എന്തൊക്കെയോ വെച്ചിട്ടാണ് അക്ബർ അവിടെ അത് പറഞ്ഞത് എന്നാണ്. കാരണം ഞാനും അക്ബറും ഒരു പ്രശ്നം, ഹ്യൂമൻ വേസ്റ്റ് ഫലമായിട്ടാണ് എന്നെ അവൻ പറഞ്ഞതെന്നാണ് ഞാൻ. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ആദ്യം കാണിക്കുന്ന ചേച്ചിയുടെ ഒരു വീഡിയോ. എന്റെ കസിനെ. ഫ്ലാഷ് ബാക്ക്. നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. 1ാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. എല്ലാത്തിനും എന്റെ കസിനെ ഞാൻ ഏത്ത വിട്ടു. രേണുസുതി 35 ദിവസം നിന്നിട്ട് കുറച്ച് പേരുടെ ഇത് അവസരമല്ലേ കളഞ്ഞു. എങ്ങനെ അവസരം കളയും? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഞാനായിട്ട് 35 ദിവസം നിന്നു. പല സീസണിൽ പല കണ്ടസ്റ്റൻസും 2 ആഴ്ചയും 1 ആഴ്ചയൊക്കെ ആയിട്ട് അവർ വയ്യാണ്ടും ഒക്കെ പോയല്ലോ. അപ്പൊ അവരവസരം കളഞ്ഞാണ്. അല്ല, നമുക്ക് കിട്ടേണ്ട അവസരം നമ്മളെ തേടി വരും. അത് എത്ര ദിവസമാണോ എന്താണെന്ന് നമ്മളാണ് തീരുമാനിക്കുക. 20 പേർക്കും അല്ല കപ്പ്, ഒരാൾക്കാണ് കപ്പ്. ദിവസവും കപ്പോ അല്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞു. ഞാൻ 35 ദിവസം പൂർത്തീകരിക്കാന്ന് പറഞ്ഞാൽ അത് എനിക്കത് അംഗീകരിക്കാൻ പോലും പറ്റാത്തൊരു മഹിമയാണ് എനിക്ക് എന്നെ സംബന്ധിച്ച്. ഞാൻ വരട്ടെ ഇങ്ങോട്ട്, അല്ല ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.